കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീലയും ഹർഷയും കൂടി ശേഖരനെയും അനുപമയെയും ഒരുമിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കാൻ പദ്ധതിയിടുന്നു. ഇന്ദ്രനും അനുപമയും ഒരുമിച്ച് ജീവിക്കുന്നത് ഹർഷയ്ക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല. ഹർഷയ്ക്ക് ഇന്ദ്രനെ ഇനി കിട്ടില്ലെന്നറിയാം. എന്നാലും ഇന്ദ്രനെ അനുപമയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന് സുശീലയോട് ഹർഷ പറയുന്നു. വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം ഭർത്താവിനെയല്ലല്ലോ ഹർഷ ഇപ്പോഴും സ്നേഹിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛനായ ഇന്ദ്രനെയാണ് ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നത്. അമ്പിളിയും രഘുവും ദാസാന്റെ വീട്ടിലാണ് ഇപ്പോഴത്തെ താമസം. കുട്ടിയെ അനുപമയുടെ മകൻ പഠിക്കുന്ന നഴ്സറിയിൽ ചേർക്കുന്നു. സുശീല കുട്ടിയെ കൊണ്ടുപോകാൻ വരുമ്പോൾ അമ്പിളിയും കുട്ടിയെ കൊണ്ടുപോകാൻ വരുന്നു. സുശീല കാണുന്നു. അനന്തൻ മാഷും കുടുംബവും ഇപ്പോൾ അനുപമയുടെ വീട്ടിലാണല്ലേ താമസമെന്ന് സുശീലയുടെ പരിഹാസം. അനന്തൻ മാഷ് സ്വന്തം പൈസ കൊണ്ട് അനുപമയ്ക്ക് വാങ്ങിക്കൊടുത്ത വീട്ടിൽ സ്ഥിരതാമസമാക്കിയാൽ സുശീലയ്ക്ക് എന്താണ്? നിന്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ അയാളെ ഞാൻ അവിടെ വെച്ച് പൊറുപ്പിക്കുമെന്ന് കരുതേണ്ട എന്ന് സുശീല അമ്പിളിയോട് പറയുന്നു. അല്ല, ഈ പറഞ്ഞ ആൾ നിങ്ങളുടെ ഭർത്താവല്ലേ, നിങ്ങളുടെ മക്കളുടെ അച്ഛനല്ലേ എന്ന് അമ്പിളി സുശീലയോട് ചോദിക്കുമ്പോൾ എൻ്റെ മക്കളുടെ അച്ഛൻ മണ്ണടിഞ്ഞിട്ട് കാലം കുറയായെന്ന് സുശീല പറയുന്നു. പണ്ടത്തെ പോലെ ഒന്നുമല്ല ആൻറ്റി. അച്ഛനാരാണെന്നറിയാൻ ഇന്ന് DNA ടെസ്റ്റൊക്കെ നടത്താം. എന്നിട്ടുമല്ലെങ്കിൽ പിന്നെ നിങ്ങളെ വേറെ പേര് നാട്ടുകാർ വിളിക്കുമെന്നും അമ്പിളി പറഞ്ഞ് കളിയാക്കുന്നു. അത് കേട്ടതും എടി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടെടി എന്ന് സുശീല പറയുന്നു. ആയിക്കോട്ടെ എന്ന് അമ്പിളിയും പറയുന്നു. അനന്തൻ മാഷിനോട് അനുപമ പറയുന്നു, രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടും അച്ഛൻ ക്ഷമിക്കണം. ഒരു പ്രാവശ്യം കൂടി അവർക്ക് മാപ്പ് കൊടുക്കണം. അനുപമയുടെ വാക്കുകൾ മാഷ് അംഗീകരിക്കുന്നു. ദാസാന്റെ വീട്ടിലേക്ക് അനന്തൻ മാഷ് വരുന്നു. രഘുവിനും അമ്പിളിക്കും സന്തോഷമാകുന്നു. വിനയൻ ഇപ്പോൾ പഴയ പോലെ അത്രയ്ക്കും സൈക്കോ ഒന്നും കാണിക്കുന്നില്ല. ചീരു സിംഗപ്പൂരിൽ പോയത് വിനയൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിനയന്റെ പഴയ സൈക്കോത്തരങ്ങളൊന്നും കഥാകൃത്ത് പുറത്തേക്ക് എടുപ്പിക്കുന്നില്ല. ദയ, ശബരി, ശബരിയുടെ കുടുംബം, ചീരു ഇവരൊക്കെ കന്യാദാനത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് തോന്നുന്നു. ഇനി മുതൽ ഓരോരുത്തരുടെ വിശേഷങ്ങൾ മറ്റുള്ളവർ പറയുന്നതായിട്ടാകും കാണിക്കുന്നത്. സുശീലയുടെ ഉഡായിപ്പിന്റെ മാത്രം കഥയായി കന്യാദാനം മാറി. സുശീലയ്ക്ക് മാത്രം കന്യാദാനത്തിൽ ദിവസം പോകുന്തോറും അഹങ്കാരവും തന്റേടവും കൂടിക്കൂടി വരുന്നു. ശേഖരന് ലോട്ടറി ടിക്കറ്റിൽ സമ്മാനം കിട്ടിയ 1,00,000 രൂപ സുശീല മാറി പൈസ എടുത്ത വിവരം ഇന്ദ്രനും സത്യനും ശ്യാമും അറിഞ്ഞല്ലോ. ശ്യാമും സോനയും തമ്മിൽ പിണങ്ങി ശ്യാമിനെ സുശീല വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. ശ്യാമിനെ അനുനയിപ്പിച്ച് സത്യൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ സോന ശ്യാമിനോടൊന്നും സംസാരിക്കുന്നില്ല. നിന്നോട് ശ്യാം മാപ്പ് ചോദിച്ചാൽ മാത്രമേ നീ ശ്യാമിനോടുള്ള പിണക്കം മാറ്റുകയുള്ളൂ എന്ന് ഇന്ദ്രൻ സോനയോട് ചോദിക്കുന്നു. ഞാനല്ല മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞത്, അമ്മയാണെന്ന് സോന പറയുമ്പോൾ അപ്പോൾ നീ അമ്മ പറയുന്നത് മാത്രം അനുസരിച്ചാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ ഇനി നിനക്ക് അമ്മ മാത്രമേ ഉണ്ടാവൂ, ഞങ്ങളാരും ഉണ്ടാകില്ലെന്ന് ഇന്ദ്രൻ പറയുന്നു. ചീരു സിംഗപ്പൂരിൽ പോയ ദേഷ്യത്തിൽ പെൺകുട്ടികൾക്ക് പനിയാണെന്ന് കള്ളം പറഞ്ഞ് അവരെ അനന്തൻ മാഷിന്റെയും അമ്പിളിയുടെയും അടുത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് വിനയൻ പോകുന്നു. അതെന്തായാലും നല്ല കാര്യം. അവനെപ്പോലുള്ള ഒരച്ഛൻ്റെ കൂടെ വളരാതിരിക്കുന്നതാണ് കുട്ടികളുടെ ഭാവിക്ക് നല്ലത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.